നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വലിയ വീഡിയോ ഇടുന്നത്, ലോങ് വീഡിയോ ഇടുന്നത്. സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2-3 വർഷമായി. പക്ഷേ ഞാൻ അങ്ങനെ ആക്റ്റീവ് ഒന്നുമല്ല. ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ഇപ്പോൾ ഷോർട്സ് ഒക്കെ ഇടാനും തുടങ്ങിയത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി മുതലൊന്ന് ആക്റ്റീവ് ആയേക്കാൻ, കാരണം ഉള്ള പണി പോയി ഗൈസ്. അപ്പോൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുകയാണെന്നുള്ളൊരു പേര് കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് വെറുതെ വീട്ടുകാർ വിചാരിച്ചോട്ടെ ഞാൻ അതും ഇതൊക്കെ ചെയ്ത് നടക്കുകയാണെന്ന്. അങ്ങനെ യൂട്യൂബ് ചാനലൊന്ന് പൊടിതട്ടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വിഷയം എന്നാന്ന് വെച്ചാൽ, ഇന്നലെ ഞാനൊരു ഗെറ്റ് റെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ മേക്കപ്പ് പൗച്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ സംഭവം ഒരു ബാഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ കുറേ സാധനം ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന കണ്ടിട്ട് 1-2 പേരെന്നോട് ചോദിച്ചാൽ അതിന് മാത്രം എന്തുവാ അതിനകത്ത് ഇരിക്കുന്നതെന്ന്. എങ്കിൽ പിന്നെ ഞാനതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. സോ വാട്ട്സ് ഇൻ മൈ മേക്കപ്പ് പൗച്ച്. അപ്പം ഇതാണ് എൻ്റെ മേക്കപ്പ് പൗച്ച്. ഞാനിങ്ങനെ മേക്കപ്പ് പൗച്ച് അല്ലെങ്കിൽ മേക്കപ്പ് ബോക്സ് ഒന്നും കൊണ്ടു നടക്കുന്ന ആളല്ല ശരിക്കും പറഞ്ഞാൽ. ഇത് വന്നിട്ട് എനിക്ക് ഈ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി. ബാഗിൽ ചുമ്മാ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇട്ടിട്ട് വെക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയത് കൊണ്ട് ഞാൻ മീഷോയിൽ ഇതുപോലത്തെ 2 ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 ബാഗ് പറയാൻ കോംബോ ഓഫറിൽ ഒരു 150 രൂപ 160 രൂപ സംതിങ്ങിന് കിട്ടിയതാണ്. അപ്പോൾ അതിൽ ഒരെണ്ണം ഞാൻ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ ഇട്ട് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ കണ്ടതിന് ശേഷം ഇതൊക്കെയാണോ നിൻ്റെ മേക്കപ്പ് സാധനങ്ങൾ എന്ന് ആരും ചോദിക്കരുത്. ഇതൊക്കെയാണ് കേസ് എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ. അതുപോലെ ഇത് അക്ഷയ പാത്രം പോലെ ഇതിൽ നിന്ന് ഓരോ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നിറച്ച് സാധനങ്ങൾ, ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇത് എന്താ പറയുക, വയറ് പൊട്ടാറായിട്ടിരിക്കുകയാണ്. ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഞാൻ കാണിച്ചു തരാം ഓരോന്നായിട്ട്. സോ നമ്മുടെ മേക്കപ്പ് പൗച്ചിലെ ആദ്യത്തെ സാധനം കാണാം. ഇന്നലത്തെ വീഡിയോയിൽ ഗെറ്റഡിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിത് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. അതേ ഗൈസ്, ഞാനിത് അടിച്ചു മാറ്റിയത് തന്നെയാണ്. അങ്ങനത്തെ ചെറിയ ചെറിയ നല്ല ശീലങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പം ഇത് വന്നിട്ട് ഞാൻ ഔട്ട്ഡോർ നോയ്സ് കേൾക്കുന്നുണ്ടായിരിക്കുമേ, സാരമില്ല, ക്ഷമിക്കുക. അപ്പം ഇത് വന്നിട്ട് ഞാൻ ഏതോ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഡാസിലറിൻ്റെ പൗഡർ കുപ്പി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ മണമെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ പണ്ടത്തെ നൊസ്റ്റു ഫീലാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതിൽ നിന്ന് കുറച്ച് അടിച്ചു മാറ്റിക്കൊണ്ടുവരാം. അങ്ങനെ ഞാൻ അവിടെ കണ്ടൊരു ബോക്സിന് ചെറിയൊരു പെട്ടിക്കകത്ത് കുറച്ച് പൗഡർ അടിച്ചു മാറ്റിക്കൊണ്ടുവന്നതാണ്. അടുത്തത് വന്നിട്ട് സെയിം ഇതുപോലെ തന്നെ പൗഡറാണ്. ഇത് ഞാൻ ഇവിടുത്തെ ഏതോ ഒരു കടയിൽ പോയപ്പോഴത്തേന് അവിടുത്തെ ചേട്ടൻ എനിക്ക് പോൺസിൻ്റെ പുതിയ ലോഞ്ചിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അലോ കൂളിങ് അതായത് അലോവേര ജെല്ലിൻ്റെ ഒരു പുതിയ പൗഡർ തന്നതാണ്. 10 രൂപ പൗഡറാണ്, 10 രൂപയുടെ കുപ്പിയാണ്. ഇത് ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വലിയ ബോട്ടിൽ വാങ്ങിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് ആ ചേട്ടൻ തന്നെ തന്നതാണ്. അപ്പം നല്ലതാട്ടോ, മുഖത്തിടുമ്പോഴത്തേനും ഭയങ്കര കൂളിങ് എഫക്റ്റ്, ഭയങ്കരമായിട്ട് കൂളാവുന്നത് പോലെ തോന്നും. അടുത്തത് വന്നിട്ട് ഈ ഒരു പൗച്ച്, എന്താ പറയുന്നത്, എനിക്കൊരു പേര് കിട്ടുന്നില്ല. ഇതാണ്. ഇത് വന്നിട്ട് നമ്മുടെ പൗഡറൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ കുഞ്ഞു മക്കൾക്ക് പൊത്തി കൊടുക്കത്തില്ലേ, ഇങ്ങനെ അതുപോലെ പൊത്തി കൊടുക്കുന്ന സാധനമാണ്. ഇത് ഞാൻ അബുദാബിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. 10 ദിർഹത്തിന് കിട്ടിയപ്പോഴത്തേനും വാങ്ങിച്ചതാണ്. ഒരെണ്ണം ഇപ്പോഴും സേഫായിട്ട് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അടുത്തത് വന്നിട്ട് എൻ്റെ മേക്കപ്പ് പൗച്ചിൻ്റെ അകത്തെ കുറച്ച് വലിയ സാധനം കേട്ടോ. ഇത് പോൺസിൻ്റെ ഇത് ഹയാലോ, എന്തിനാ വെറുതെ ഞാൻ കഷ്ടപ്പെടുന്നത്. സോ ഈ ജെല്ല് അടിപൊളി കേട്ടോ. ഞാൻ ഇതിൻ്റെ മൂന്നാമത്തെ പെട്ടിയാണ്, മൂന്നാമത്തെ എന്നെ പറയുന്നത് മൂന്നാമത്തെ ബോക്സോ, ഇതെൻ്റെ മൂന്നാമത്തെ പെട്ടിയാണ്. നല്ല അടിപൊളി സംഭവമാണ്. റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് പിന്നെയും ഞാൻ വാങ്ങിച്ചത്. പിന്നുള്ളത് ഒരു നെയിൽ പോളിഷ് റിമൂവറാണ്. ഇത് നാരങ്ങയുടെ ഫ്ലേവർ, ലെമൺ ഫ്ലേവറിലെ ടിഷ്യൂ പേപ്പറാണ്, റിമൂവർ പേപ്പർ. ഇത് വന്നിട്ട് പോൺസിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമിൻ്റെ പെട്ടിക്കകത്ത് കറുത്ത പൊട്ടിട്ട് വെച്ചേക്കാണ് കൈ, കറുത്ത പൊട്ടിട്ട് വെച്ചേക്കാണ്. അടിപൊളി കേട്ടോ. ഞാൻ എപ്പോഴും കറുത്തോട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ കുറച്ചധികം വാങ്ങിച്ചിട്ട് ആ പെട്ടിക്കകത്ത് ഇട്ട് വെച്ചിട്ടുള്ളതാണ്. പിന്നുള്ളത് ഇന്നലെ കാണിച്ച വീഡിയോയിൽ ജാമ്പോൻ്റെ കാലത്ത് കണ്ട് വാങ്ങിച്ച ലിപ്പാമാണ്. അത് ഞാനിങ്ങനെ മേക്കപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്ത് നടക്കുന്ന ആളൊന്നുമല്ല. ഉള്ളത് എനിക്ക് എപ്പോഴും ആവശ്യമുള്ളത് ഒരു മോയ്സ്ചറൈസിങ് ക്രീമും ഒരു ലിപ് ബാമുമാണ്. അതില്ലാതെ എനിക്ക് പറ്റത്തില്ല, എപ്പോഴും അത് വേണം. പിന്നെ പുറത്തിറങ്ങുമ്പോൾ ലിപ്സ്റ്റിക് മസ്റ്റ്. അതെ, അങ്ങനെ ലിപ് ബാം, ഒരു സ്ട്രോബെറിയുടെ ലിപ് ബാം. ഇത് പിന്നെ ട്രിവാൻഡ്രത്തെ ഒരു ഹമാര ചോയ്സ് എന്നും പറഞ്ഞിട്ടൊരു ജ്വല്ലറി ഉണ്ട്. അവിടെ നിന്ന് ഞാനൊരു എന്താ മൂക്കൂത്തി വാങ്ങിച്ചതാണ്. അവിടെ നല്ല കളക്ഷൻസാണ് കേട്ടോ. ട്രിവാൻഡ്രത്തുള്ളവരൊന്ന് ചെക്ക് ചെയ്യണം, അവിടെ നല്ല കളക്ഷൻസാണ്. അവിടെ ലൈറ്റ് വെയ്റ്റിൽ ഇഷ്ടം പോലെ നിറയെ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ഉണ്ട് അവിടെ. പിന്നെ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേര് വെച്ചിട്ട് ഞാനൊരു ഷോർട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, പേര് വെച്ചിട്ട് പെൻഡൻ്റ് ഉണ്ടാക്കി എന്നും പറഞ്ഞിട്ട്. അതിൻ്റെ പെട്ടിയും അതിൻ്റെ മാലയുമാണ്. എനിക്കിഷ്ടമാണ് കേട്ടോ. എപ്പോഴും ഇടാറില്ല, വല്ലപ്പോഴും ഒക്കെ ഇടാറുള്ളൂ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ, ലിപ്സ്റ്റിക്ക്, കുറേ ലിപ്സ്റ്റിക്ക് ഉണ്ട് കേട്ടോ.
കളറിലുള്ള ലിപ്സ്റ്റിക്കുകൾ മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. 4 ഇതെല്ലാം ഡാസലിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതെല്ലാം സെയിം ഷെയ്ഡുമാണ്. ഒരു ചെറിയ പൊടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസമേ ഉള്ളൂ ഡാസലറിൻ്റെ. ഇത് പിന്നെ നേക്കിഡ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ തോന്നുന്നു, കിസ് ബ്യൂട്ടി. ഇതിലേത് ബ്രാൻഡ് എന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്നു, ഞാൻ വാങ്ങിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ വന്നിട്ട് ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ സെക്കൻഡ് സ്റ്റഡ് ഉണ്ട്. ഇതിലൊക്കെ മാറി ഇടാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ കടയിലൊക്കെ പോകുമ്പോൾ വാങ്ങിക്കുന്ന കമ്മലുകളാണ്. പക്ഷെ ഇടാറില്ല, വാങ്ങിക്കാറില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കമ്മൽ വരെ മാറ്റിയിടാൻ ഇപ്പം മടിയാണ്. ഇത് ഒരു ലിപ് ലൈനറാണ്, ഷില്ലീസ് പ്രൊഫഷണൽ ലിപ് ലൈനർ. സൺസ്ക്രീൻ ലോട്ടസിൻ്റെ സൺസ്ക്രീനാണ്. ഞാൻ ഇന്ന ബ്രാൻഡിൻ്റെ മാത്രമേ ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് നടക്കുന്ന ആളല്ല. ഈ സൺസ്ക്രീൻ തീർന്നു കഴിഞ്ഞാൽ കടയിൽ പോകുന്നു, കണ്ണിൽ കാണുന്ന ഏതാണോ ആ സൺസ്ക്രീൻ എടുക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇന്ന ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ എടുക്കും എനിക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ നോക്കിയെടുക്കാൻ. എനിക്ക് ഈ PA++ അങ്ങനത്തെ സംഭവം എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഇടുന്നതാണ്. അങ്ങനെ ഒരു സൺസ്ക്രീൻ. പിന്നെയുള്ളത് ഐബ്രോ പാലറ്റ്. ഞാൻ ഇത്ര നാളും സത്യം പറഞ്ഞാൽ എൻ്റെ മുഖത്ത് ഐബ്രോസ് ഇല്ല ഗൈസ്, നിങ്ങൾക്കറിയാമോ? അപ്പം ഞാനപ്പോൾ നോർമലി ഞാൻ ഉപയോഗിക്കുന്നത് ഐബ്രോ പെൻസിലായിരുന്നു. ഇപ്പോൾ ഐബ്രോ പെൻസിൽ മാറ്റിയിട്ട് ഐബ്രോ പാലറ്റ് ആക്കിയിട്ട് എനിക്ക് കുറച്ച് സമയമായിട്ടുള്ളൂ ഐബ്രോ പാലറ്റിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് ഇൻസൈറ്റിൻ്റെ ഒരു ഐബ്രോ പാലറ്റ്. മസ്കാര, ഒഴിച്ചുകൂടാനാവാത്തൊരു സാധനമാണ് മസ്കാര. ഡാസിലറിൻ്റെ മസ്കാരയാണ് ഗൈസ്. മസ്കാര എനിക്ക് അറിയാൻ വയ്യ, മസ്കാരയും ലിപ്സ്റ്റിക്കും പുറത്ത് പോകുന്നുണ്ടോ? എനിക്കിത് രണ്ടും വേണം ഇപ്പം, അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ മസ്കാര, ഒരു ഡാസിലറിൻ്റെ തന്നെ ഒരു ഐലൈനർ, പിന്നെ ഒരു നെയിൽ പോളിഷ്. ഇത് ഞാൻ ഐബ്രോ ചെയ്യാൻ വെച്ചാൽ ഐബ്രോ പെൻസിൽ ആണിത്. ഇത് ഐബ്രോ വരയ്ക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് ഇപ്പോൾ എന്താ പറയുക, ഐബ്രോ പാലറ്റ് വെച്ചിട്ട് വരച്ചോണ്ടൊക്കെ നിൽക്കാൻ സമയം കിട്ടാറില്ല എങ്കിൽ പെട്ടെന്ന് ഞാനൊരു ഐബ്രോ പെൻസിൽ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് കൊണ്ട് നടക്കുന്നത് കേട്ടോ. ഒരു കുഞ്ഞു മിററുണ്ട്, അത് പൊട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇത് ഞാൻ കന്യാകുമാരിയിൽ നിന്ന് വാങ്ങിച്ചത്, 20 രൂപ. കാശ് നോക്കിയില്ല, ഒന്ന് വാങ്ങിച്ചു. പോൺസിൻ്റെ ബ്രൈറ്റനിങ് ക്രീം, ഇതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ വാങ്ങിച്ച് ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് നോക്കിയത്, പക്ഷേ സുഖമില്ല. ഇത് ഡാസ്ലറിൻ്റെ തന്നെ ഒരു നെയിൽ പോളിഷ്. സിങ്കാർ, ഇതും ഞാൻ കന്യാകുമാരിയിൽ നിന്ന് വാങ്ങിച്ചതാണ്, 20 രൂപയോ കണ്ടുള്ളൂ. നിവ്യയുടെ ഒരു ലിപ് ബാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ രണ്ടാമത്തെ ഇതാണ് ഉപയോഗിക്കുന്നത്. അല്ല കേട്ടോ, നിവ്യയുടെ ലിപ് ബാം. ഇത് നമ്മുടെ പൊടി ഉണ്ടല്ലോ, എന്ത് പൊടിയാണ്, നല്ല ദേഹത്തിടുന്നല്ല, ഇത് ഡ്രസ്സിൽ വെതറിയിട്ട് നമ്മൾ അയൺ ചെയ്യുന്നതാണ്. നല്ല വാനിലയുടെ മണം കേട്ടോ, അടിപൊളി മണം കേട്ടോ, നല്ല മണം. ഞാൻ ഇത് 2 വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞാൻ കന്യാകുമാരിയിൽ നിന്ന് വാങ്ങിച്ചാണ്, 25 രൂപ കണ്ടതിന് റേറ്റ്. പിന്നെ ഒരു ബണ്ണ്, ബുഷ് ഞങ്ങൾ ബുഷ് എന്ന് പറയും. പിന്നെ ലാക്മിയുടെ ഒരു ഐലൈനർ, ഒരു കൺമഷി. ഈ കൺമഷി എന്താണെന്നറിയോ, ഇത് കണ്ണിൽ എഴുതുമ്പോൾ കുറേ നേരത്തേക്ക് മറ്റേ സുറുമ എഴുതുമ്പോൾ നമുക്കൊരു എരിവുണ്ടാവില്ലേ, അതുപോലെ ഭയങ്കര എന്താ പറയുക, ഒരു നല്ല കൂളിങ്ങാണ് കുറേ നേരത്തേക്ക്. ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ എഴുതണമെന്ന് തോന്നുമ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ട് നടക്കുന്ന കൺമഷി കേട്ടോ. അതെനിക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്, ഞാൻ വാങ്ങിച്ചതൊന്നുമല്ല. പിന്നെ 2 തരം നൂലും സൂചിയും എപ്പോഴാണ് ആവശ്യം വരുവാന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് രണ്ടും എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. ഞാൻ എവിടെ പോയാലും എൻ്റെ കയ്യിലുണ്ടാവും സൂചി നൂലും. മോതിരം, ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല, ഇത് ഞാൻ എവിടെ നിന്നൊക്കെ എനിക്കറിയത്തില്ല, അറിയില്ല ഗൈസ്. പിന്നെ ഒരു 2 രൂപ അടുപ്പുണ്ട്. ആവശ്യം നോക്കിയതൊന്നും കാണത്തില്ല, അല്ലെങ്കിൽ കാണും. പിന്നെ കുറേ ബ്ലേഡുകൾ, ഇതൊക്കെ എന്തിനാണ് എൻ്റെ പൗച്ചിൽ കൊണ്ട് നടക്കുന്നത് എനിക്ക് പോലും അറിയത്തില്ല. അങ്ങനെ കുറേ ബ്ലേഡുകൾ ഉണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ മേക്കപ്പ് പൗച്ചിലുള്ള സാധനങ്ങൾ. കുറേ സാധനങ്ങളുണ്ട് ഇതിൽ, ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതൊക്കെ ഇഷ്ടംപോലെ സാധനം. ഇതിൽ പകുതി സാധനം ഞാൻ ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് സത്യം. സോ ഇത്രയൊക്കെയാണ് എൻ്റെ പൗച്ചിൽ ഉണ്ടായിരുന്നത്. ഞാൻ പോലും അറിയാത്ത പല സാധനങ്ങളും എൻ്റെ പൗച്ചിൽ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.